അറിയോ എല്ലാവർക്കും നമസ്കാരം. ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അഷ്ടാവക്രനെ കുറിച്ചും അതുപോലെ തന്നെ അഷ്ടാംഗ യോഗത്തിൽ പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടികളായിട്ടാണ് രണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാണായാമത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് പ്രാണനെ എടുക്കുന്നത്, എങ്ങനെയാണ്, ഇതിന് വല്ല കയ്യും കണക്കും ഉണ്ടോ, അതോ തോന്നിയതുപോലെയാണോ, അളവുണ്ടോ, അതെങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അതെല്ലാം പറഞ്ഞു തരാം. ആദ്യം അഷ്ടാവക്രനെ കുറിച്ച്, അഷ്ടാവക്രൻ ആരാണ്, എന്താണ് അഷ്ടാവക്രൻ്റെ പിറകിലുള്ള കഥ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിന്മയ സന്ധ്യയിൽ ഒരു നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഷ്ടാവക്രൻ്റെ കഥ മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ ലോമശൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആരാണ് ലോമശൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വനവാസ കാലത്ത് ഈ യുധിഷ്ഠിരന് ഈ പറഞ്ഞ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഒരുപാട് മാഹാത്മ്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. എല്ലാം ഈ രാമായണമൊക്കെ പറയുന്നത്, രാമായണം പറഞ്ഞു കൊടുക്കുന്നത് മുതലായിട്ടുള്ള പ്രസിദ്ധങ്ങളായിട്ടുള്ള തത്വചിന്തകളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് ലോമശനാണ്. ഇവർക്ക് പാണ്ഡവന്മാരും ദ്രൗപദി ഉൾപ്പെടുന്ന അവർ വനവാസ കാലത്ത്. അപ്പോൾ അങ്ങനെ ലോമശൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ അഷ്ടാവക്രനെ കുറിച്ച്. അപ്പോൾ ആരാണ് അഷ്ടാവക്രൻ? പേര് സൂചിപ്പിക്കുന്നത് അഷ്ടം എന്ന് പറഞ്ഞാൽ 8, വക്രം എന്ന് പറഞ്ഞാൽ വളവ്, 8 വളവോട് കൂടിയിട്ടുള്ളവൻ എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ 8 വളവ് വരാനുള്ള കാരണം എന്താണ്, ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ലോമശൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ശ്വേതകേതുവിൻ്റെ അച്ഛനായിട്ടുള്ള ഉദ്ദാലക ഋഷിയുടെ ശിഷ്യനായിരുന്നു കഹോടൻ. അപ്പം ഈ കഹോടൻ വളരെ ഉത്തമനായിട്ടുള്ള ശിഷ്യനായിരുന്നു. നല്ല മിടുക്കനാണ്, കേമനാണ്. ഈ കഹോടൻ്റെ ഗുരുപൂജയിൽ സംപ്രീതനായ ഉദ്ദാലകൻ്റെ പുത്രിയായിട്ടുള്ള സുജാതയെ, ഉദ്ദാലകന് മകളുണ്ട് സുജാത, അതുപോലെ മകൻ ശ്വേതകേതു. അപ്പം ഈ സുജാതയെ കഹോടന് അദ്ദേഹം സന്തോഷമായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ കഹോടൻ അതിനെ സ്വീകരിച്ചു, അവരെ സ്വീകരിച്ചു. അവർ തമ്മിലുള്ള ദാമ്പത്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം താമസിയാതെ സുജാത ഗർഭിണിയാവുന്നു. അപ്പോൾ ഈ കഹോടൻ കുട്ടികളെ വേദം പഠിപ്പിക്കുകയാണ്. അപ്പം ഈ ഗർഭസ്ഥ ശിശു ഈ കഹോടൻ്റെ വേദ ഉച്ചാരണത്തിലെ പിഴവുകളെ കണ്ടെത്തുകയാണ്. അപ്പോൾ ഇവൻ ഗർഭത്തിലിരുന്ന്, സുജാതയുടെ ഭാര്യയുടെ ഗർഭത്തിലിരുന്ന് അച്ഛനെ തിരുത്തുകയാണ്. അച്ഛന് പിഴയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും. കഹോടന് ദേഷ്യം വന്ന് ഇവനെ ശപിക്കുന്നതാ, നീ 8 വളവുള്ളവനാവട്ടെ എന്ന് ശപിക്കുക. അങ്ങനെയാണ് ഇവൻ ഈ 8 വളവോടുകൂടി ജനിക്കുന്നത്. പക്ഷെ അതേസമയം ഈ കുട്ടി ഈ അച്ഛനെ കണ്ടിട്ടില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ 10 മാസം പ്രസവിക്കാൻ തികഞ്ഞു നിൽക്കുന്ന സമയത്ത് സുജാത പറഞ്ഞു, നോക്കൂ, നമ്മുടെ കയ്യിൽ ധനമൊന്നുമില്ലല്ലോ, ഇങ്ങനെ ദാരിദ്ര്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞാനാണെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പ്രസവം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാശൊക്കെ വേണ്ടേ എന്നുള്ള കരുതലിനായി നിങ്ങൾ എവിടുന്നെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കണം എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആകെ അറിയുന്ന തൊഴിൽ എന്താ പറയുക, ഈ ജ്ഞാന ചർച്ചകളും അതുമൊക്കെയാണ്, ജ്ഞാനം പകർന്നു നൽകലാണ്. അപ്പം അക്കാലത്ത് ഈ ജനകൻ്റെ സദസ്സിൽ മൂപ്പരാണ് ഈ ഡിബേറ്റ് നടത്തുന്ന ആൾ, ഈ ചർച്ച നടത്തുന്ന ആൾ. നമ്മുടെ ഇന്നത്തെ ചാനൽ ചർച്ച പോലെയല്ല. അപ്പോൾ അതിൽ അന്തവും കുന്തവും ഇല്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല. ജനകൻ
നല്ല ഡിബേറ്റ് നടത്തുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് നാട്ടിലുള്ളവരെ മുഴുവൻ വിളിച്ച് വെച്ച് അവർക്ക് അതിൽ ജയിക്കുന്നവർക്ക് ഇഷ്ടമാതിരി സ്വർണവും അതും ഇതുമൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പരുടെ അടുത്ത് പോയിട്ട് ജ്ഞാനം മാറ്റുരച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും കിട്ടും എന്ന് കരുതിയിട്ട് ഈ കഹോടൻ ജനകൻ്റെ സദസ്സിലേക്ക് പോകുന്നതാണ്, ആ ദർബാറിൽ പോകുന്നതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴോ അവിടെ ഈ ബന്ദി എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ഇവൻ ഭയങ്കര ജ്ഞാനിയാണ്, ജ്ഞാനികളിൽ ജ്ഞാനി. അപ്പം അന്ന് നിലവിലുള്ളതിൽ ഏറ്റവും ഗംഭീരനായിട്ടുള്ളത് ബന്ദിയാണ്. ഈ ബന്ദിയെ ബന്ധിച്ചാൽ, അതായത് ജ്ഞാനത്തിൽ പരാജയപ്പെടുത്തിയാൽ കാര്യമായ എന്തെങ്കിലും കിട്ടും. പക്ഷേ ബന്ദിയോട് തോറ്റു കഴിഞ്ഞാലോ അവരുടെ ജീവിതം തന്നെ പോക്കാണ്. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് ആരും അത്ര ധൈര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കാറില്ല. കാരണം എന്താണ്, പരാജയപ്പെട്ട ഇയാളെ വെള്ളത്തിൽ മറ്റവരെ മുക്കിക്കൊല്ലും. ഇതാണ് മൂപ്പരുടെ ഇടപാട്. അങ്ങനെ കഹോടൻ ഗത്യന്തരമില്ലാതെ പാവം ജനകൻ്റെ കൊട്ടാരത്തിൽ പോയി ബന്ദിയുമായി ചർച്ചയിൽ ഏർപ്പെടും. ബന്ദി കഹോടനെ പരാജയപ്പെടുത്തും. അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തും. അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തി ഈ കഹോടൻ പാവം മരിച്ചു. ഈ വിവരം ഉദ്ദാലകൻ അറിഞ്ഞു. അപ്പോൾ ഉദ്ദാലകൻ മകളോട്, സുജാതയോട് പറഞ്ഞു, മോളെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ. നമ്മുടെ ഈ പുത്രൻ ജനിക്കുന്ന കുട്ടി, അപ്പോഴേ കുട്ടി ജനിക്കുന്ന ഈ പറഞ്ഞ കുട്ടി ജനിച്ചിട്ടുണ്ട്. അതിന് ഈ ജനിക്കുന്ന കുട്ടി ഈ വിവരം അറിയണ്ട. അതുകൊണ്ട് നീ അവനോട് ഈ കഥയൊന്നും പറയണ്ട, അവൻ വളരട്ടെ എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പം അമ്മ അതുപോലെ ചെയ്തു. അപ്പോൾ ഇവൻ്റെ വിചാരം, അങ്ങനെ കുട്ടി ജനിച്ചു. അത് 8 വളവുള്ളവനായ അഷ്ടാവക്രൻ ജനിച്ചു. ഈ അഷ്ടാവക്രനും അതുപോലെ ഈ ശ്വേതകേതുവും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ അഷ്ടാവക്രം കരുതി ഇതെൻ്റെ സഹോദരനാണ്, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഉദ്ദാലകനാണ് എന്ന് അഷ്ടാവക്രൻ കരുതി. ഇവരാരും തിരുത്താനൊന്നും പോയില്ല. ഒരു ദിവസം ഇവർ ഈ കുട്ടികളാണല്ലോ, കുട്ടികൾക്ക് തമ്മിൽ വാശിയും ഇതുമൊക്കെ ഉണ്ട്. മടിയിലിരിക്കുമ്പോൾ എന്തോ എൻ്റെ അച്ഛനാണിത്, നിൻ്റെ അച്ഛനല്ല എന്നൊക്കെ ഉള്ള ഒരു വിവരം കളിയുടെ കൂട്ടത്തിൽ പറയുണ്ടായി. അപ്പോൾ ഇവന് സംശയമായി. അപ്പോൾ ഇവൻ അമ്മയോട് ഭയങ്കരമായിട്ട് ഇതായിട്ട് ചോദിക്കും. അപ്പോൾ അമ്മയ്ക്ക്, സുജാതയ്ക്ക് പേടിയാവും എന്നെ ശപിക്കുമോ എന്നുള്ള പേടി. ഇവരൊക്കെ ശാപത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവൾ ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോൾ മൂപ്പര് ശ്വേതകേതുവായിട്ട് ചട്ടം കെട്ടി. അമ്മാവനാണ് ശ്വേതകേതു, പ്രായം കൊണ്ട് ഏകദേശം ഈ പറഞ്ഞതുപോലെ. ശ്വേതകേതുവിനോട് പറഞ്ഞു, അതെ, നമുക്ക് ഈ ജനകൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെയെങ്കിലും എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ വലിയ ജ്ഞാനചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ജ്ഞാനചർച്ചയിലൊക്കെ നമുക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല ഫുഡ് കിട്ടുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ഈ ഫുഡൊക്കെ അടിച്ച് നമുക്ക് അവിടെ ഉഷാറാക്കാം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ ജനകൻ്റെ കൊട്ടാരത്തിലേക്ക് കയറാൻ. അപ്പോൾ നല്ല താല്പര്യത്തിൽ എന്താ ഇവരുമായിട്ട് നമുക്ക് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാം, അവിടുന്ന് ഇതൊക്കെ കേൾക്കാൻ സാധിച്ചാൽ നല്ലതല്ലേ, ഭക്ഷണം കിട്ടിയാൽ നല്ലതല്ലേ എന്നൊക്കെ ഉള്ള മട്ടിലാണ് ഇവർ പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവരെ അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല. കാരണം ഈ ബന്ദിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. ഇവിടെ അങ്ങനെ ഉള്ള ആളുകളെയൊന്നും നിങ്ങളെ ചോദ്യം ചോദിച്ചിട്ട് ഗേറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ സമയം ചിലവാക്കാനില്ലാത്തത് കൊണ്ട് ആളുകളെയൊക്കെ പറഞ്ഞു വിടാൻ ഓർഡർ കൊടുത്തിട്ടുള്ള. അപ്പോൾ ഈ പിള്ളേരിതിലേക്ക് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാറാവുകാർ സമ്മതിച്ചില്ല. അങ്ങനെ പാറാവുകാരായിട്ട് കുറേ നേരം വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ പിള്ളേർ.
അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പാറാവുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ ശരിയല്ല, അതൊക്കെ നിന്ദയാണ്, നിങ്ങൾ ബ്രാഹ്മണ നിന്ദയാണ് ചെയ്യുന്നത്. കാരണം ജ്ഞാനം കൊണ്ട് ഞങ്ങൾ വൃദ്ധരാണ്, ജ്ഞാനവൃദ്ധരാണ്, ശരീരത്തെ അല്ല കണക്കാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഈ പാറാവുകാർക്ക് കുറച്ച് താല്പര്യം തോന്നി. ഈ പിള്ളേർ തരക്കേടില്ലല്ലോ എന്നുള്ള മട്ടിൽ പാറാവുകാരന് ഒരു സജഷൻ കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്കിതാ ഇവിടെ നിന്ന് നോക്കിയാൽ രാജാവിനെ കാണാം, രാജാവ് കേൾക്കെ എന്തെങ്കിലും നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കൂ. അപ്പോൾ ചിലപ്പോൾ രാജാവ് നിങ്ങളെ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ വിളിക്കാൻ, അങ്ങനെ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നടക്കും. അപ്പോൾ ഇവർ ഈ അച്ഛൻ്റെ കാര്യവും ഇതൊന്നും ചോദിക്കുന്നില്ല, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അഷ്ടാവക്രൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവ് കേൾക്കെ ജനകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ജനകന് താല്പര്യമായി, ആരാണിത്, ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഈ ജനകൻ ഇവരെ ഈ ഇവരോട് പറയും, മക്കളെ ഇത് ഇവിടെ ഇങ്ങനെയാണ്, നിങ്ങൾക്കിവിടെ എന്താണ് കാര്യം, അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കുട്ടികളോട് പറയുന്ന രീതിയിൽ, നിങ്ങൾ ഉദ്ദേശിച്ച സംഗതി അല്ല ഇവിടെ, ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഈ അഷ്ടാവക്രൻ കുറച്ച് കാര്യമായിട്ട് സംസാരിക്കും. അപ്പോഴാണ് ഈ ബന്ദിയെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഒരു ബന്ദി എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ ഉണ്ടല്ലോ, ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും, ഇവനെ ഈ ആളുകളെയൊക്കെ പരാജയപ്പെടുത്തി വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നവനാണ്, അവനെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ്റെ അന്ത്യം എന്നൊക്കെ പറഞ്ഞു. ചെറിയ പയ്യനാണെങ്കിലും ഇവന് വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജനകൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനൊരു ടെസ്റ്റ് ഡോസ് ഇടാൻ വേണ്ടി ജനകൻ്റെ ഒരു പ്രാഥമിക എൻട്രൻസ് എക്സാം ജനകനൊന്ന് നടത്തി, ഇവൻ എന്ത് ജ്ഞാനമുണ്ട് എന്നറിയാൻ വേണ്ടി. അങ്ങനെ ജനകൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഈ അന്താക്ഷരി കളിക്കുന്നത് പോലെ കുറേ അന്താക്ഷരി ജനകൻ നടത്തി നോക്കി. അതിലെല്ലാം തന്നെ ഇവൻ ഇങ്ങനെ, മഹാഭാരതത്തിൽ ആ ഭാഗമൊക്കെ ജനകൻ്റെ ചോദ്യവും അഷ്ടാവക്രൻ്റെ ഉത്തരവും ഒക്കെ പറയുന്നുണ്ട്. നല്ല രസമുള്ളതാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ആ ഭാഗം തന്നെ പറയേണ്ടതുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളതാണ്, രസമാണത്. ഇപ്പം നമ്മൾ അതിൻ്റെ കഥാസന്ദർഭത്തെ, ആരാണ് അഷ്ടാവക്രൻ എന്നുള്ളത് പറയുകയാണ്. അതിൽ ഈ അങ്ങനെ അവസാനം ഈ ജനകനെ നന്നായി ബോധിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ജനകൻ ഒരു ചോദ്യം ചോദിക്കുന്ന, വളരെ കുസൃതി ചോദ്യമാണത്. ഈ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും ആ ചോദ്യം വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. ഈ ജനകൻ ചോദിക്കുകയാണ് അഷ്ടാവക്രനോട്, കിംസ്വിത് സുപ്തം ന നിമിഷതി, കിംസ്വിത് സുപ്തം ന നിമിഷതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുപ്തം ഉറങ്ങുന്ന സമയത്ത്, കിംസിത് ആരാണ് കണ്ണടയ്ക്കാതെ ഉറങ്ങുന്നത്, ആരാണ് കണ്ണടയ്ക്കാതെ ഉറങ്ങുന്നത്, കിംസിത് സുപ്തം ന നിമിഷതി. പിന്നെ ചോദിക്കുകയാണ്, കിംസിത് ജാതം ന ഏജതി, കിംസിത് ജാതം ന ഏജതി, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇളകാത്തത് ആരാണ്. നമുക്ക് ഈ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ ഇതൊരു കുസൃതിയാണോ എന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ള ചോദ്യമാണോ? എന്താ ചോദ്യം? ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാതെ ഉറങ്ങുന്നത് ആരാണ്, ഏത് ജീവിയാണ് എന്നാണ്. അതുപോലെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇളകാത്തത് എന്താണ്? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര, ആ ജാതിയാണോ എന്ന് ചോദിച്ചാൽ ആ ജാതിയല്ല, ചോദ്യം തന്നെയാണ്. അപ്പം ഈ മഹാഭാരതം 10,000 കൊല്ലം മുമ്പ് എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ ആ ചോദ്യമൊക്കെ ഇന്നും, ഈ ചോദ്യത്തിനൊക്കെ ഒരു പ്രസക്തിയുണ്ട്. അതുകൊണ്ട് കിംസിത് സുപ്തം ന നിമിഷതി, കിംസിത് ജാതം ന ഏജതി. അതുപോലെ എന്താണ് പിന്നെ മൂപ്പർ ചോദിക്കുന്നത്, കിംസിത് ഹൃദയം നാസ്തി, ഏതിനാണ് ഹൃദയം ഇല്ലാത്തത്, ഏത് ജീവിക്കാണ് ഹൃദയം ഇല്ലാത്തത്? കിംസിത് വേഗേന വർദ്ധതേ, ഏതാണ് വേഗത്തിൽ വർദ്ധിക്കുന്നത്? ഇങ്ങനെ ഒരു കൊസ്രാങ്കൊള്ളി 4 ചോദ്യം ചോദിച്ചു.
ആ ചോദ്യത്തിന് അഷ്ടാവക്രൻ ഗംഭീരമായിട്ട് ഉത്തരം പറഞ്ഞു. അഷ്ടാവക്രൻ പറഞ്ഞു, മത്സ്യസുപ്തോന്ന നിമിഷതി, മത്സ്യം ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാറില്ല. അത് കൺപോളില്ല ഒന്നുണ്ട്, അത് കണ്ണടയ്ക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അഷ്ടാവക്രൻ്റെ ഉത്തരം, മത്സ്യം ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നില്ല. ഇനി നമ്മുടെ പുതിയ ബയോളജി പ്രകാരത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയില്ല. മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരു ഉത്തരം, എന്താ പറയുക, അഷ്ടാവക്രൻ ഇങ്ങനെ ഒരു ഉത്തരം പറയുന്നുണ്ട്. ആധുനിക ജീവശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഏതായാലും മഹാഭാരതത്തിൽ അഷ്ടാവക്രൻ്റെ ഉത്തരം എന്താണ്? മത്സ്യസുപ്തോ എന്ന നിമിഷതി എന്നാണ്. സൂക്ഷ്മാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കണ്ണടയ്ക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം. അടുത്തതോ, ജനിച്ചതിന് ശേഷം ഇളകാത്തത് ഏത് എന്നുള്ളതിന് അഷ്ടാവക്രം പറയുന്നത് എന്താണെന്നറിയോ? അണ്ടം ജാതം ന ഏജതീന. അതായത് ഈ പക്ഷി എന്താണോ മുട്ടയിടുന്നത്, മുട്ടയിട്ട അത് ശരിക്കും പറഞ്ഞാൽ അത് ജനിച്ചു കഴിഞ്ഞതാണല്ലോ. ജനിച്ചു കഴിഞ്ഞാൽ അതൊരു ജീവിയെ പോലെ പരിഗണിക്കുകയാണെങ്കിൽ പിന്നെ അത് ഇളകില്ല, സ്വയമേവ അത് ഓടിച്ചാടി ഇളകൊന്നുമില്ല. പിന്നെ അതിനെ അടയിരുത്തി കുറേ കഴിഞ്ഞാൽ അത് മുട്ട പൊട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയത്തെക്കുറിച്ചാണ്. കൊസ്രാങ്കൊള്ളി ചോദ്യമാണ് ജനകൻ ചോദിച്ചതെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഉത്തരമാണ്. എന്തായാലും അന്നത്തെ അന്താക്ഷരി ആണോ അന്താക്ഷരി എന്നാണോ ഇതിന് പറയാമെന്നറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള ഇതിന് അഷ്ടാവക്രൻ ഇങ്ങനെ ഉത്തരം കൊടുത്തു. അതുപോലെ അശ്മനോ ഹൃദയം നാസ്തി, ഈ ഇരുമ്പ്, കല്ല്, പാറ ഇതിനൊക്കെ ഉള്ളതിന് എന്തില്ല? ഹൃദയമില്ല എന്ന് പറയാം. നദീ വേഗേന വർദ്ധതേ, നദി പെട്ടെന്ന് വളരുന്നതാണ്, വർദ്ധിക്കുന്നതാണ്. വർദ്ധിക്കുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് എൻട്രൻസിൽ പാസ്സായി. അപ്പം ഇവൻ ചർച്ചയ്ക്ക് കൊള്ളാം. കാരണം ഇതിന് കുറേ മുമ്പ് വേറെയും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ ആളാണ് അഷ്ടാവക്രൻ. അങ്ങനെ അഷ്ടാവക്രൻ ഇവൻ ഓക്കെ, ജനകൻ്റെ ഇതിൽ പാസ്സായി. ഇവന് ബന്ദിയോട് മുട്ടാനുള്ള ഏകദേശം പരുവനായി എന്ന് തോന്നി. പിന്നെ ഇവനെ വിളിക്കുകയാണ്. അങ്ങോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ മുഖ്യമായ ഇതിലേക്ക്, രാജാവിൻ്റെ അടുത്തേക്ക് നമോവാകമൊക്കെ പറഞ്ഞു കയറി കഴിഞ്ഞിട്ട് ഇവൻ ബന്ദിയെ വിളിയാണ്. എവിടെ നീ, ആരാണ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞു. മൂപ്പര് വലിയ വലിയ വീരവാദങ്ങളൊക്കെ പറഞ്ഞു. ആര്? അഷ്ടാവക്രൻ. ആരാണിവൻ, വരട്ടെ ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായ വെല്ലുവിളിയായിരുന്നു. അങ്ങനെ അവസാനം ബന്ദി ഇറങ്ങി. അപ്പോൾ ബന്ദിയോട് പറഞ്ഞു ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞു. ഈ ബന്ദിയും അഷ്ടാവക്രനും തമ്മിലുള്ള ചർച്ച മഹാഭാരതത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ചർച്ചയാണത്. നല്ല രസമാണത്. ഈ ബന്ദി ആദ്യം ഒന്നിനെക്കുറിച്ച് പറയും. സൂര്യൻ ഏകനാണ്, പല ലോകങ്ങൾക്കെല്ലാം പ്രകാശമേകുന്ന സൂര്യൻ ഏകനാണ്, ഇന്ദ്രൻ ഏകനാണ്, അഗ്നി ഏകമാണ് എന്ന് പറഞ്ഞു ഒന്നിനെക്കുറിച്ച് പറയും. അപ്പോൾ അഷ്ടാവക്രൻ രണ്ടിനെക്കുറിച്ച് പറയും. നല്ല രസമാണ്. അപ്പോൾ സൂര്യനും അഗ്നിയും രണ്ട് ദേവന്മാരാണ്, സൂര്യനും അങ്ങനെ ഇന്ദ്രനും അങ്ങനെ ഈ രണ്ട് എടുത്തിട്ട് അഷ്ടാവക്രൻ രണ്ടിനെക്കുറിച്ച് പറയും. അപ്പോൾ ബന്ദി മൂന്നിനെക്കുറിച്ച് പറയും. അപ്പോൾ അഷ്ടാവക്രൻ നാലിനെക്കുറിച്ച് പറയും. അപ്പോൾ അഞ്ചിനെക്കുറിച്ചായി, ആറിനെക്കുറിച്ച്, ഏഴിനെക്കുറിച്ച്, എട്ടിനെക്കുറിച്ച്, ഒമ്പതിനെക്കുറിച്ച്, പത്തിനെക്കുറിച്ച്, 11നെക്കുറിച്ച്, 12നെക്കുറിച്ച്, 13നെക്കുറിച്ച് ബന്ദി പറഞ്ഞ് പകുതിയാക്കും. ബന്ദിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തപ്പോൾ അഷ്ടാവക്രൻ അതിനെ പൂരിപ്പിക്കും. അപ്പോൾ 13ൻ്റെ പകുതിയിൽ ബന്ദി കുടുങ്ങി. അത് 13നെ പൂർത്തീകരിച്ച് പിന്നെ അഷ്ടാവക്രൻ അങ്ങോട്ട് അടിച്ച് വീശുകയാണ് കുറേ കാര്യങ്ങൾ. അതോടുകൂടി ബന്ദിയുടെ കഥ കഴിയുക. അപ്പോൾ അഷ്ടാവക്രൻ ഉച്ചത്തിൽ പറയും, ഇവൻ ആരെയൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ടുണ്ടോ അതേപോലെ ഇവനെ ഇങ്ങനെ കൊല്ലണം എന്ന് പറയും. അപ്പോൾ ബന്ദി പറയുകയാണ്, ഞാൻ വരുണൻ്റെ പുത്രനാണ്, എന്നെ വെള്ളത്തിൽ താഴ്ത്തിയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല, ഞാൻ ഇല്ലാതെയാവില്ല. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. വാസ്തവത്തിൽ ഞാൻ ഈ വെള്ളത്തിൽ മുക്കിയവരൊന്നും തന്നെ അവരാരും മരിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ വരുണൻ്റെ സഭയിൽ വലിയൊരു ജ്ഞാനയജ്ഞം നടക്കുന്നുണ്ട്. 12 വർഷം നീണ്ടു നിൽക്കുന്ന ജ്ഞാന സദസ്സ് നടക്കുന്നുണ്ട്. അവിടെയാണ് ഇവരൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവരെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. ഏതായാലും അഷ്ടാവക്രൻ്റെ ജ്ഞാനത്തിൽ ഞാൻ തൃപ്തനാണ്, ഞാൻ എന്താ പറയുക, ശരണാഗതനാണ്. അതുകൊണ്ട് എന്നെ
ഇങ്ങനെ വരണലോകത്തേക്ക് അയച്ചോളൂ എന്നൊക്കെ പറഞ്ഞു മൂപ്പരിങ്ങനെ പറയും. അപ്പോൾ അഷ്ടാവക്രൻ അതിന് കുറച്ച് ഉത്തരമൊക്കെ പറയും. എൻ്റെ ആളൊക്കെ കേമനാക്കി തന്നെയാണ്, എന്തായാലും കാര്യങ്ങളൊക്കെ ഇതിനനുസരിച്ച് നടക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ജനകൻ പറയും അതേപോലെ അങ്ങയുടെ തീരുമാനം നടപ്പിലാക്കട്ടെ, ഇവനെ വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊള്ളാൻ ഉള്ള സമ്മതം കൊടുക്കും. അങ്ങനെ വരുണൻ, അങ്ങനെ ഈ അഷ്ടാവക്രൻ ഈ പറഞ്ഞതുപോലെ ബന്ദിയെ സമുദ്രത്തിലേക്ക് താഴ്ത്തും. അങ്ങനെ താഴ്ത്തി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, ബന്ദി പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളതാണ്. വരുന്ന ലോകത്തിലാണ് ഈ കഹോടനും അതുപോലെയുള്ള ആരെയൊക്കെയാണോ ബന്ദി താഴ്ത്തിയിട്ടുള്ളത് അവരെല്ലാം തന്നെ പുറത്തു വന്ന് രാജാവിനെ സ്തുതിക്കും. അങ്ങനെ ശ്വേതകേതുവും അഷ്ടാവക്രനും കഹോടനും കൂടെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവും. ആ പോകുന്ന വഴിക്ക് സമങ്ക എന്ന് പറയുന്ന ഒരു നദി, ഈ മഹാഭാരതം വനപർവ്വത്തിൽ ലോമശൻ യുധിഷ്ഠിരനോട് കഥ പറയുന്നത് ഈ സമങ്കയുടെ തീരത്ത് വെച്ച് നിങ്ങൾ ഈ നദിയിൽ മുങ്ങണം എന്ന് പറയുമ്പോഴാണ് അഷ്ടാവക്രൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഈ സമങ്കയിൽ, സമങ്ക അംഗം സമീകരിച്ച ഇടം എന്ന്, അതായത് അത് നമ്മുടെ എന്താ പറയുക, ഈ സമങ്ക റിവർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാ, നമ്മുടെ ബീഹാറിലാണ് അത്. അതായത് പുരിക്ക് അടുത്താണ് നമ്മൾ പോയിട്ടുള്ളതാണ്. നമ്മുടെ പുരി ഉണ്ടല്ലോ, പുരിന്ന് വളരെ ഒരു നമുക്ക് തോന്നുന്ന ഒരു 1-2 ഒരു കഷ്ടി, അതെ 2-3 മണിക്കൂറൊക്കെ ഉള്ളൂ. അവിടുന്ന് അടുത്താണ്. എത്ര സമയം കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, അത് നോക്കിയാൽ അറിയാം. നിങ്ങൾ വേണമെങ്കിൽ അത് ചിലപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുമായിരിക്കും, എന്തായാലും ഉണ്ടാവും. സമങ്ക എന്നാണ് റിവറിൻ്റെ പേര്, സമങ്ക. ഈ സമങ്ക എന്നുള്ളതിൻ്റെ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അംഗത്തെ സമീകരിക്കുന്ന. ഈ സമങ്കയ്ക്ക് തുല്യമായ വേറൊരു പേരിലൊരു റിവർ ഇവിടെ എന്താ നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇവിടെ ഉണ്ട്, ഇല്ലിനോയിലുണ്ട്. അത് സമങ്ക ഒരു വേറൊരു പേരാണ്, ഭയങ്കര രസമുള്ള ഉഗ്രൻ റിവറാണത്. അത് ഷിക്കാഗോയിലുള്ള. എന്തായാലും ഈ റിവറിനെ കുറിച്ച് മഹാഭാരതത്തിൽ വേറെയും പരാമർശങ്ങളുണ്ട്, സമങ്കയെക്കുറിച്ച്. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സമങ്കയെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ സമങ്കയിൽ ഈ പറഞ്ഞ അഷ്ടാവക്രനോട് അമ്മ സുജാത പറയും, മോനെ ഇതിൽ ഇറങ്ങും. അപ്പോൾ അച്ഛൻ പറയും ഇറങ്ങാൻ പറയും. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവൻ നല്ല സുന്ദരക്കുട്ടപ്പനായി, ഇവൻ്റെ വളവുകളും എല്ലാം നിവർന്ന് ഇവനും കേമനായി ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു കഥ. ഇതാണ് അഷ്ടാവക്രനെ സംബന്ധിച്ച് മഹാഭാരതത്തിൽ പറയുന്ന ലോമശൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. പിന്നെ ഈ എന്താ പറയുക, ഈ അഷ്ടാംഗം ഒരുപാടുണ്ട്. അഷ്ടാംഗ ഹൃദയം ആയുർവേദത്തിലുണ്ട്. ഈ 8 ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും യോഗത്തിൽ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പ്രാണായാമമാണ് പറയാൻ പറഞ്ഞത്. മറ്റതൊക്കെ ഗീതയിൽ നമ്മൾ ഗീത പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച വരുന്നതാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി. അതിൽ ഇപ്പോൾ നമുക്ക് പ്രാണായാമത്തെക്കുറിച്ച് തീർച്ചയായിട്ടും, ബാക്കിയെല്ലാം ഏറെക്കുറെ അറിയുന്നതായിരിക്കാം. ഓരോരോ നിയമങ്ങളെക്കുറിച്ച് പറയുന്നു, അതായത് ഗുണങ്ങളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ പ്രാണായാമത്തിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള, എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത്, അതിന് വല്ല ക്രമമുണ്ടോ, തോന്നിയതുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്രമമുണ്ട്. ധർമ്മശാസ്ത്രം അനുസരിച്ച് അതിനൊരു ക്രമമുണ്ട്. ആ ക്രമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് പതഞ്ജലി മഹർഷിയൊക്കെ പറഞ്ഞിട്ടുള്ള, അനുബന്ധമായ മറ്റ് ശാസ്ത്രങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കണക്കും കൂടെയാണ്. 3 എന്താ പറയുക സംഖ്യകൾ ഓർത്ത് വെച്ചാൽ മതി. ഏതാണ് 3 സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ ഓർത്താൽ മതി, അതിൽ തന്നെ ഉണ്ട് 16. 16, പിന്നെ അതിൻ്റെ ഇരട്ടി, നേർ ഇരട്ടി 32. ആ 32ൻ്റെ ഇരട്ടി 64. അപ്പോൾ 16, 32, 64. ക്ലിയർ ആയല്ലോ? 3 സംഖ്യ.
16ഉം 16ൻ്റെ ഇരട്ടിയായിട്ടുള്ള 32ഉം ആ 32ൻ്റെ ഇരട്ടി 64ഉം. ഈ 3 സംഖ്യകൾ എന്തൊക്കെയാണ് പ്രാണായാമത്തിൽ ഉള്ളത്, അല്ലെങ്കിൽ പ്രാണായാമത്തിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, പ്രാണായാമത്തിന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടുന്ന സാമഗ്രികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തന്നെയാണ്. എന്താണ് അതിൻ്റെ കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വലത് കൈയിലെ ഇതിന് ഉപയോഗിക്കുന്നത് വലത് കൈയുടെ പെരുവിരൽ 1, പിന്നെയോ ചൂണ്ടുവിരൽ, പിന്നെ മോതിര വിരൽ. അപ്പോൾ പെരുവിരലും ചൂണ്ടുവിരലും നമ്മുടെ മോതിര വിരലും, നടുവിരലും ചെറുവിരലും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിരലിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇന്നതാണ് എനിക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ എന്താ പറയുക കടുംപിടുത്തമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം. പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ തള്ളവിരലും അതുപോലെ ചൂണ്ടുവിരലും നമ്മുടെ മോതിര വിരലും. ഓക്കെ, അപ്പോൾ 3 വിരലുകൾ വലത് കൈയിലത് എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെയുള്ളതോ ഇടത് കൈയിലെ ഈ 5 വിരലുകൾ, അതിലാണ് നമ്മൾ എണ്ണം പിടിക്കുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഇത് വളരെ നമ്മുടെ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്ന മാർഗമാണ്. വേറെ ഈ ഉടായ്പ മാർഗങ്ങളൊന്നുമല്ല. വെറുതെ പ്രാണനെ അങ്ങോട്ടെടുത്ത് അഡ്വാൻസ് ഇങ്ങോട്ടെടുത്ത് എന്താ പറയുക, പ്രാണനെ എടുക്കാനൊരു അഡ്വാൻസ് കൊടുത്തു, പിന്നെ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടൂല എന്ന് പറയാം. ഇത് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ സംഖ്യ ഓർമ്മയുണ്ടല്ലോ, 16, 32, 64. 16ൻ്റെ ഇരട്ടി, അതിൻ്റെ ഇരട്ടി, മൊത്തത്തിലുള്ള ഇരട്ടി 64. ശരി, ഇനി പ്രാണായാമത്തിൽ എന്തൊക്കെയാണ്? പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് പൂരകം എന്ന് പറയും. പൂരകം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക, പ്രാണനെ പൂരിപ്പിക്കുക. കുംഭകം എന്ന് പറഞ്ഞാൽ അതിനെ കുംഭം കണക്കെ അതിനെ പ്രാണനെ തടഞ്ഞു നിർത്തുക, കുംഭകം. രേചകം എന്ന് പറഞ്ഞാൽ പ്രാണനെ സാവകാശം പുറത്തേക്ക് വിടുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ സംശയം, ഈ പ്രാണനെ എടുക്കുന്നതും നിർത്തുന്നതും പുറത്തേക്ക് വിടുന്നതിനും വല്ല കണക്കുണ്ടോ, അതോ ഒരു കൊട്ടക്കണക്കിന് നമുക്ക് തോന്നുന്നത് പോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, തോന്നുന്നത് പോലെയല്ല. അതാണ് ഇതിലെ പ്രധാനം. അപ്പം ഈ പൂരകമാണ് നമ്മൾ എന്തു വേണ്ടത്? 16 മാത്രകളെ കൊണ്ട് ചെയ്യേണ്ടത്. മാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരളവാണ്. എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ കണക്ക്. അകാരാദികൾ ഒരു മാത്രയാണ്. ആ ഇ ഈ ഉ ഊ എന്നൊക്കെ പറയുന്നത് എന്താ? ആ പറയാനെടുക്കുന്ന സമയം ഒറ്റ മാത്രയാണ്. അതായത് വിരലൊടിക്കുക എന്ന് പറയുന്നത് ഒരു മാത്രയാണ്. കവർഗങ്ങളൊക്കെ 2 മാത്രയാന്ന് പറയും. അപ്പോൾ ഈ മാത്രകളെ എങ്ങനെയാണ് നമുക്ക് അപ്പോൾ പൂരിപ്പിക്കേണ്ടുന്ന സമയം, പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നത് എത്ര സമയം എടുക്കണം, എത്ര പ്രാണനെ എടുക്കണം, ആ എടുക്കുന്ന ക്വാണ്ടിറ്റിയെ ആണ് മെഷർ ചെയ്തിരിക്കുന്നത് 16 മാത്രകൾ എന്ന്. അപ്പോൾ 16 എണ്ണുന്നത് വരെ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ പ്രാണനെ എടുക്കണം. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞു എണ്ണിക്കൊണ്ട് പ്രാണനെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനെന്താണ്? ആ എണ്ണം നമ്മളുടെ കൈ കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ വലത് കൈ നമുക്ക് എൻഗേജ്ഡ് ആണ്, ഇടത് കൈ കൊണ്ട് നമുക്ക് എന്ത് പിടിക്കാം? എണ്ണം പിടിക്കാം. എങ്ങനെ എണ്ണം പിടിക്കുക? നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, അതുപോലെ ബാക്കി 4 വിരലുകളും ഉണ്ട്. ഈ 4 വിരലിൽ നമുക്ക് 16നെ എണ്ണാം. അതെങ്ങനെയാണ് എണ്ണ? നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ തിരുമേനിമാർ പ്രാണായാമം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അവർ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഈ മാത്രകളെ
മാത്രയെ കണക്കാക്കി എടുക്കുന്നതാണ്. തന്ത്രവിദ്യയിൽ പ്രാണായാമമുണ്ട്. അതിലെ മാത്രകൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അളവിന് വ്യത്യാസം ഉണ്ടാവാം, ചിലപ്പോൾ എടുക്കുന്നതിലും നിർത്തുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും ഒക്കെ ഈ അളവിന് വ്യത്യാസം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എന്തോ ആവട്ടെ. ഇത് നമ്മുടെ മുഖ്യമായ പ്രാണായാമത്തിലെ മാത്രയുടെ കണക്കാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് 16 എണ്ണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലത് ഇതുകൊണ്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, മുകൾ ഭാഗം 1, ഇവിടെ 1, 2, 3, 4 ഇത്രയാണ്. ഇത് എണ്ണുന്ന സമയത്ത് 1, 2, 3, 4 ഇങ്ങനെയാണ്. 1, 2, 3, 4 അങ്ങനെ 4 എണ്ണിക്കഴിഞ്ഞാൽ എത്രയായി? 16ആയി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 4, 4, 16. അപ്പോൾ നമ്മൾ ഈ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുമ്പം 16 മാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 എണ്ണം നമ്മൾ ഈ മൂവ്മെൻറ്റ് ഓരോ മാത്രയാണ് എന്നുള്ളത്. ആ 4 ആവുമ്പോൾ ഇത് ശീലമായി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഒരു ആവർത്തി മുഴുവനായി കഴിഞ്ഞാൽ എത്രയായി? 16 മാത്രമായി. അപ്പം ഇത് 2 ആവർത്തിയാക്കി കഴിഞ്ഞാൽ എത്രയായി? അറിയാലോ. 16 എത്രയാന്നുള്ളത് 32 ആയില്ലേ? അപ്പം അതിൻ്റെ ഇരട്ടി എത്രയാവും? 64 ആവും. അപ്പം എത്ര മാത്രകൾ എങ്ങനെ? 12. ഇതിൽ എത്ര എണ്ണണം? 16 ഒരാവർത്തി, 32 2. ഗുണിതം നോക്കിയാൽ മതി, ആ കണക്കറിയാമല്ലോ. നമ്മൾ അത്ര അങ്ങോട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്നത് മോശമല്ലേ? നിങ്ങൾ തന്നെ വിചാരിക്കില്ല ഇത് എന്താ സ്വാമി ഞങ്ങൾ ഇത്ര പൊട്ടന്മാരാണോ എന്ന്. ഇരിക്കട്ടെ, ഇതൊക്കെ പറഞ്ഞാൽ സംശയം ഉണ്ടാവും. അതാണ് വേറൊരു രസം. അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഈ മറ്റേ എന്താ മോഹൻലാൽ ഏതോ സിനിമയിൽ ഈ കോഴിയെ ഇതാക്കുന്ന എന്തോ യോഗയും കോഴിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അതേപോലെ ആയിപ്പോവരുത്. അതുകൊണ്ടാണിത് ക്ലിയറായിട്ട് പറയുന്നത്. നിങ്ങൾ ഓർത്ത് വയ്ക്ക്. ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ഈ 3 വിരലുകൾ, ആ വിരലുകൾ തള്ളവിരലും ചൂണ്ടുവിരലും മോതിരവിരലും. ഇതെന്തിനാണെന്നുള്ളത് പറഞ്ഞു തരാം. മറ്റേത് ഈ എണ്ണം പഠിക്കൽ, 3 സംഖ്യകളും 16, 32, 64. അപ്പോൾ ഈ പ്രാണനെ പൂരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ തള്ളവിരൽ കൊണ്ട് വലത് നാസികയെ പൂർണ്ണമായി അടച്ചു വെച്ചുകൊണ്ട് ഇടതുഭാഗത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാണനെ പൂരിപ്പിക്കണം. എത്ര പ്രാവശ്യം പൂരിപ്പിക്കണം? 16 മാത്രകൾ പൂരിപ്പിക്കണം. ഈ 16 മാത്രകൾ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വലത് വിരൽ മാറ്റുന്നു. നമ്മൾ ഈ 2 വിരലുകളെ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ടും മോതിരവിരൽ കൊണ്ടും നാസികയെ ബലമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ പുറത്തേക്ക് വിടരുത്. അങ്ങനെ പ്രാണനെ പുറത്തേക്ക് വിടാതെ നമ്മൾ മാത്രകൾ എണ്ണണം, മാത്ര എടുക്കണം. എത്ര മാത്ര? 32 ആണോ? അല്ല. പിന്നെ 32ൻ്റെ നേർ ഇരട്ടി എന്ന് പറഞ്ഞാൽ 64. അപ്പോൾ 64 മാത്രകൾ, 64 വരെ നമ്മൾ എന്ത് ചെയ്യണം? 64 എണ്ണുന്നത് പോലെ എണ്ണണം. എണ്ണല്ല, ഇത് പിടിക്കുകയാണ്. അപ്പം 64 വരെ, 64 മാത്രകളെ കൊണ്ട് ആ പ്രാണനെ അവിടെ തടയണം. അതാണ് കുംഭകത്തിൽ 64 മാത്ര, പൂരകത്തിലോ 16 മാത്ര. രേചകം, പിന്നെ രേചകം എങ്ങനെയാണ്? ഈ ഇടത് നാസികയെ അടച്ചു പിടിച്ച് വലത് നാസികയിലൂടെ പുറത്തേക്ക് വിടണം, രേചകം ചെയ്യണം. ആ രേചകം എത്ര കൊണ്ട് ചെയ്യണം? ഈ പറഞ്ഞ 16ൻ്റെ ഇരട്ടി 32 മാത്രകളെ കൊണ്ട് രേചകം. അല്ലാതെ എടുത്ത് എന്നും പറഞ്ഞ അങ്ങോട്ട് വിടലല്ല. ആ 32 അത് സാവകാശം വിടാവും. അപ്പോൾ 32 മാത്രകളെ കൊണ്ട് എന്ത് വേണം? രേചകം ചെയ്യണം. പിന്നെ ഏതിലാണോ, ഏത് നാസികാഗ്രത്തിലൂടെയാണോ രേചകം നടത്തിയത്
അതേ നാസികാഗ്രത്തിലൂടെ പൂരകവും ചെയ്യണം. ഏത് നാസികാഗ്രത്തിലൂടെ, ഏത് ദ്വാരത്തിലൂടെയാണോ പുറന്തള്ളിയത് അതേ ദ്വാരത്തിലൂടെ എടുക്കുക, എന്നിട്ട് അടുത്തതിലൂടെ പുറത്തേക്ക് വിടുക, അതിലൂടെ തന്നെ എടുക്കുക. ഇത് എത്ര വട്ടം? 10 പ്രാവശ്യം. അത്രയാണെങ്കിൽ ഒരു പ്രാണായാമത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാക്കും. ഇതിൽ പ്രാണായാമ ബിരുദന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്ക് കുറേ പോയി കഴിഞ്ഞാൽ അവർ ഈ വിരലുകളൊന്നും ഉപയോഗിക്കാതെ ഒറ്റ നാസികയിൽ കൂടെയൊക്കെ എടുക്കുന്ന വിദ്വാൻമാരുണ്ട്. അപ്പോഴാണ് അവരിങ്ങനെ ഈ കൈ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇരിക്കുന്നതിൽ എന്താണ് എന്നുള്ളതാണ്. നെഞ്ച് മുന്നിലേക്ക്, നട്ടെല്ല് നിവർന്ന്, തല അല്പം മുകളിലേക്ക്, വല്ലാതെ മുകളിലേക്ക് ആക്കണ്ട, ഒരല്പം. ഇത് ഒരു ചോദ്യചിഹ്നം പോലെ ആവരുത്, ആശ്ചര്യചിഹ്നം പോലെ ഉണ്ടാവണം. അങ്ങനെ ഒടിഞ്ഞു കുത്തിയിട്ടാവരുത് എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു അടച്ചു പിടിക്കാൻ, അതേപോലെ ഇതാണ് അതിൻ്റെ സിമ്പിൾ ടെക്നിക്ക്. നിങ്ങൾ ചെയ്തു നോക്കൂ, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൽ. ഓർമ്മയുണ്ടല്ലോ, 16, 32, 64. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.